അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും മനുഷ്യന് പരിചിതമായിട്ടുള്ള നിരവധി പ്രതിഭാസങ്ങളിലേക്ക് അല്ലെങ്കിൽ വസ്തുക്കളിലേക്കെല്ലാം അള്ളാഹു മനുഷ്യൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ചില സമയത്തെല്ലാം അത് ഉപമയായിട്ടെല്ലാം അത്തരം കാര്യങ്ങൾ അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാകും. അതിൽ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട് നിരവധി പാഠങ്ങളുണ്ടാകും. അപ്പം അത് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം വൃക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ എവിടെ നോക്കിയാലും കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് 3 ട്രില്യൺ 300 കോടിയിലധികം വൃക്ഷങ്ങളുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അതായത് ലോകത്തുള്ള ഓരോ മനുഷ്യനും 400 അല്ലെങ്കിൽ 422 എന്നുള്ള തോതിൽ അത്രയേറെ വൃക്ഷങ്ങൾ ലോകത്തുടനീളമുണ്ട്. അപ്പോൾ വൃക്ഷങ്ങൾ എന്നുള്ളത് പലതിൻ്റെയും പ്രതീകങ്ങളാണ്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് ആ വൃക്ഷങ്ങളുള്ളത് കൊണ്ടാണ്. നമ്മുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ പ്രകൃതിയെ, സന്തുലിതാവസ്ഥയെ, അതല്ലെങ്കിൽ സമൃദ്ധിയെ, പുനർജീവനത്തെ, ഇതിനെയെല്ലാം പ്രതിനിധീകരിക്കാൻ വേണ്ടി ചിഹ്നമായിട്ടെല്ലാം വൃക്ഷങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും വൃക്ഷങ്ങളെ സംബന്ധിച്ച് ധാരാളമായിട്ട് അള്ളാഹു സംസാരിക്കുന്നുണ്ട്. അള്ളാഹു ആണ് ആരാധ്യൻ, അല്ലെങ്കിൽ അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹനെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നിരവധി ചോദ്യങ്ങളായിട്ട് ഓരോന്നായിട്ട് ചോദിക്കുന്ന സമയത്തെല്ലാം ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നംലിൻ്റെ അവസാന ഭാഗത്തെല്ലാം അൻസല ലക്കും മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ബിഹി, അവനാണ് നിങ്ങൾക്ക് വേണ്ടി സസ്യങ്ങളെ മുളപ്പിച്ചു തന്നത്, അല്ലെങ്കിൽ അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, സൂറത്തുൽ വാഖിയയിൽ നിങ്ങളാണോ മുളപ്പിക്കുന്നത് അതല്ല നാം ആണോ. ഇതേ രൂപത്തിൽ പല സ്ഥലത്തും അള്ളാഹു ആ വൃക്ഷങ്ങളാകുന്ന അല്ലെങ്കിൽ സസ്യങ്ങളാകുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് പല ഭാഗത്തും സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉപമയിലൂടെ സൂറത്ത് ഇബ്രാഹിമിൽ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം വിശ്വാസത്തെ അള്ളാഹു അതല്ലെങ്കിൽ നല്ല വാക്കുകളെ വൃക്ഷങ്ങളോട് ഉപമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന സൂറത്ത് നൂറിൻ്റെ മധ്യഭാഗത്ത് വരുന്ന ആയത്തുൻ നൂർ, മനോഹരമായിട്ടുള്ള ആ ഒരു ആയത്തിലും അള്ളാഹു ഒരു അനുഗ്രഹീത വൃക്ഷത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലും വിശ്വാസികളെ നല്ല വൃക്ഷത്തോട്, ആ ഈന്തപ്പനയോടെല്ലാം ഉപമിച്ച ഉപമകൾ കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് വലാ തഖ്റബ ഹാദിഹി ഷജറ, വിലക്കപ്പെട്ട ഒരു വൃക്ഷം, അതല്ലെങ്കിൽ വാനലോകങ്ങളുടെ ബൗണ്ടറി ആയിട്ട് അതിർത്തിയിലുള്ള സിദ്റത്തുൽ മുൻതഹ എന്നുള്ള ഒരു വൃക്ഷം. അതേപോലെ തന്നെ അള്ളാഹു മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും ആ സ്വർഗീയ വൃക്ഷങ്ങളെ സംബന്ധിച്ച് ധാരാളമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നരകത്തെ സംബന്ധിച്ച് പോലും ഷജറത്തി മൽഊന, അതല്ലെങ്കിൽ ശപിക്കപ്പെട്ട ഒരു വൃക്ഷത്തെ അസ്സഖൂമിനെ സംബന്ധിച്ചെല്ലാം പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പല രൂപത്തിലുള്ള വൃക്ഷങ്ങളെ സംബന്ധിച്ച് പല സ്ഥലത്തായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് അള്ളാഹു വിശ്വാസത്തെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ നല്ല വാക്കുകളെ സംബന്ധിച്ച് അത് വൃക്ഷത്തോട് ഉപമിക്കുന്ന ഒരു ഉപമയെ സംബന്ധിച്ചാണ്. സൂറത്ത് ഇബ്രാഹിമിൻ്റെ 24-ാമത്തെ ആയത്തിൽ അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹ സാബിത്തും വഫർഉഹ ഫിസ്സമാ, അള്ളാഹു പറയുന്നുണ്ട് നല്ല വാക്കുകളെ ആകാശത്തേക്ക് പടർന്ന് പന്തലിച്ച ഒരു വൃക്ഷത്തോട് അള്ളാഹു ഉപമിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു ആ വൃക്ഷത്തിൻ്റെ മുരട്, അതിൻ്റെ വേരുകൾ അത് ഉറച്ചതാണ്. അതേപോലെ തന്നെ അതിൻ്റെ ശിഖിരങ്ങൾ, ശാഖകൾ അത് ആകാശത്തേക്ക് ഉയർന്ന് ഇരിക്കുകയാണ്. തുഅ്തി ഉക്കുലഹ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹ, അള്ളാഹിൻ്റെ ഉത്തരവ് പ്രകാരം, അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം അത് എല്ലാ സമയത്തും സദാസമയത്തും അതിൻ്റെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല വാക്കുകൾ, കലിമത്തുൻ ത്വയ്യിബ, അതെന്തു ആകാം, നമ്മുടെ നിത്യജീവിതത്തിലുള്ള സംസാരങ്ങൾ, നമ്മൾ നൽകുന്ന ഉപദേശങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ നല്ലത് പറയുക. ആ നല്ലതിൻ്റെ അങ്ങേയറ്റം ഇപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഗ്രന്ഥം അഹ്സനുൽ കലാമി കലാമുല്ലാ, അള്ളാഹുവിൻ്റെ ആ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, അതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു വൃക്ഷവും ആ വൃക്ഷമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഏതൊരു വൃക്ഷവും ആരംഭിക്കുന്നത് ഒരു വിത്തിൽ നിന്നാണ്. ആ വിത്തിനെ സംബന്ധിച്ച് അവർ ടൈം മെഷീൻ എന്നെല്ലാം പറയാറുണ്ട്. കാരണം അതിൽ വലിയൊരു ഭൂതകാലം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വരാനുള്ളൊരു ഭാവിയും അതേ വിത്തിനകത്തുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ കേൾക്കുന്ന ഉപദേശങ്ങൾ, അതിനും പിറകിലേക്ക് വലിയൊരു ചരിത്രം ഉണ്ടാകും. അതായത് തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് അത് നമ്മളിലേക്ക് എത്തുകയാണ്. അപ്പം എൻ്റെ പിതാവ് എനിക്ക് നൽകുന്ന ഉപദേശം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ചതാകും. അതേ കാര്യം ഞാൻ പിന്നീട് എൻ്റെ മക്കളോട് പറയുന്നു, അത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു. ആ ഒരു ഇമ്പാക്റ്റ് ഒരുപക്ഷെ ഭാവിയിലേക്ക് ഒരുപാട് അപ്പുറത്തേക്ക് അത് ഷെയർ ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളതാണ്.
അപ്പോൾ തലമുറകളായിട്ട് നമ്മൾ ആ തലമുറകളിലൂടെ യാത്ര ചെയ്ത് വന്ന് അത് അടുത്ത തലമുറകളിലേക്ക് അനുഭവ സമ്പത്തുകൾ അല്ലെങ്കിൽ അത്തരം ഉപദേശങ്ങൾ, നല്ല വാക്കുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന വാക്കുകൾ വിതക്കുന്ന വിത്തുകൾ പോലെയാണെന്നെല്ലാം പറയാറുണ്ട്. ആ ഹൃദയമാകുന്ന മണ്ണിലേക്ക് നമ്മൾ വിതക്കുന്ന വിത്തുകളാണ് നമ്മുടെ വാക്കുകൾ. അത് മറ്റൊരാളുടെ ചെവിയിലൂടെ കടന്ന് അത് ഫലഭൂയിഷ്ടമായിട്ടുള്ള ഹൃദയങ്ങളിൽ അത് ചെന്നെത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വേരുറക്കും എന്നുള്ളതാണ്. ചില സമയത്ത് അത് അവിടെ വലിയൊരു വടവൃക്ഷമായിട്ടത് വളരും. അത് നമ്മുടെ മരണശേഷവും അതിൻ്റെ ആ ഫലങ്ങൾ നമ്മൾ അതിൽ നിന്നും ഭക്ഷിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, നിങ്ങൾ വൃക്ഷങ്ങൾ നടുക, അത് അതിൽ നിന്നും പക്ഷിമൃഗാദികൾ ഭക്ഷിച്ചാൽ വരെ അതിൻ്റെ ഒരു ഓഹരി, അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നെല്ലാം റസൂലുള്ളാഹി ഹദീസിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിതക്കുന്ന ആ വിത്തുകൾ, നമ്മൾ പറയുന്ന വാക്കുകൾ അതെപ്പോൾ എവിടെ മുളക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല എന്നുള്ളത്. അത് മുളപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ നമ്മൾ 100 ആളുകളോട് ഒരു കാര്യം പറയുന്നുണ്ടാകും, അത് ഒരാളുടെ ഹൃദയത്തിലാകും അത് ഇമ്പാക്റ്റ് സൃഷ്ടിക്കുന്നത്. ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വന്ന് ദിനേനെ ക്ലാസ് എടുത്തു കൊടുക്കും. 5 ആളുകളാണ്, അതിൽ 4 ആളും കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല, പക്ഷേ എങ്കിലും അയാൾ ആത്മാർത്ഥമായിട്ട് അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളത്. അതിൽ 5-ൽ ഒരാൾ പിന്നീട് ലോകം അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായിട്ട് മാറി. ആ വ്യക്തി 10,000-കണക്കിന് ആളുകൾ അഡ്രസ്സ് ചെയ്ത് അദ്ദേഹം ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിലാണ്. അതിലേതെങ്കിലും ഒന്നിൽ അത് ഇമ്പാക്റ്റ് സൃഷ്ടിക്കും, അത് പിന്നീട് അതിൻ്റെ പ്രതിഫലനങ്ങൾ അത് 10,000-ങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് ആ വിത്തിടാൻ മാത്രമാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലം നൽകുന്നത് അള്ളാഹുവാണ്, അല്ലെങ്കിൽ മുളപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. അള്ളാഹു സൂറത്തുൽ വാഖിയയിലെ 64-ാമത്തെ വചനത്തിൽ നിങ്ങളാണോ അത് മുളപ്പിക്കുന്നവൻ അതോ ഞാനാണോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. സമാനമായിട്ട് സൂറത്തുൽ അൻആമിൻ്റെ 95-ാമത്തെ മനോഹരമായിട്ടുള്ള ആ വചനത്തിൽ ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ, തീർച്ചയായിട്ടും ആ വിത്തുകളെ പിളർത്തി അതിൽ നിന്നും ആ സസ്യത്തെ ആ ജീവൻ കൊണ്ടുവരുന്നത് അള്ളാഹുവാണ്. അപ്പോൾ നമ്മൾ അത് വിതക്കാൻ മാത്രമാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അത് ഒരുപക്ഷെ നമ്മൾ ആ വിതക്കുന്ന സമയത്ത് തന്നെ അത് മുളച്ചില്ലെന്ന് വരും. അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണെങ്കിൽ പെട്ടെന്ന് മുളക്കും. ചില സമയത്ത് ആ വിത്ത് അവിടെ കിടക്കും. പിന്നീട് അയാൾ പ്രതികൂലമായിട്ട് ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താകും അദ്ദേഹത്തിന് ആ ഉപദേശം ഓർമ്മ വരിക. അപ്പോൾ ഫയർ ലില്ലി എന്നുള്ളൊരു സസ്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അത് കാട്ടുതീ കിട്ടിയാൽ മാത്രമേ അത് മുളക്കൂ എന്നുള്ളതാണ്. ആ കാട്ടുതീക്ക് ശേഷം അതിൻ്റെ ആ ചൂടും പുകയെല്ലാം കിട്ടുന്ന സമയത്ത് മാത്രമാണ് അത് മുളച്ചത് പുഷ്പിക്കുന്നത്. ആ രൂപത്തിലാണ്. അപ്പോൾ അത് ഏത് സമയത്ത് എപ്പോൾ മുളക്കണം എന്നുള്ളത് നമ്മുടെ കൺട്രോളിലല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ കാലങ്ങളായിട്ടൊരു കാര്യം പറയുന്നുണ്ടാകും, അതിൻ്റെ ഇമ്പാക്റ്റ് ഫലം പുറമേക്ക് കാണുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ വിതക്കുന്ന വിത്തുകൾ അയാളുടെ ഹൃദയങ്ങളിൽ വേരുറക്കുന്നുണ്ടാകും. കാലങ്ങൾക്ക് ശേഷമാകും അതിൻ്റെ എഫക്റ്റ് പുറത്തേക്ക് വരിക. ഇപ്പോൾ ചൈനീസ് ബാംബൂ ട്രീയെ സംബന്ധിച്ച് അവർ പറയുന്നുണ്ട്, അത് നട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 4 വർഷം പുറമേക്ക് യാതൊരു വളർച്ച ഉണ്ടാവില്ല. പക്ഷേ ആ സമയത്തുടനീളം മണ്ണിനടിയിൽ ശക്തമായിട്ടൊരു വേരിൻ്റെ ശൃംഖല അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് 5-ാമത്തെ വർഷമാണ് അത് മുളക്കുക. മുളച്ചു കഴിഞ്ഞാൽ 5-6 ആഴ്ച കൊണ്ട് അത് 90 അടി വരെയെല്ലാം ഉയരും. പെട്ടെന്നായിരിക്കും അതിൻ്റെ വളർച്ച എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉപദേശം അവർക്ക് നൽകിയ സമയത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പെട്ടെന്നത് സ്വീകരിച്ചു. അതേസമയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ അവർ ഒരല്പം സമയമെടുത്തു. ചില ആളുകൾ ഒരുപാട് അവസാനത്തിലാണ് ആ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ഏതായിരുന്നാലും അവരുടെ ആ വൃക്ഷത്തിൽ നിന്നുള്ള ഫലങ്ങൾ നമ്മൾ ഇന്നും ഖിയാമത്ത് നാൾ വരെ അതിൽ നിന്ന് നമ്മൾ ഭക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സ്വഹാബികളെ ഒന്നടങ്കം അള്ളാഹു മുളച്ചു വരുന്ന ഒരു സസ്യങ്ങളോട് തന്നെ ഉപമിക്കുന്ന സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനത്തെ ആയത്തെല്ലാം മനോഹരമായിട്ടുള്ള ഉപമയിൽ അള്ളാഹു അവരെ അതേ രൂപത്തിൽ തന്നെ ഉപമിക്കുന്നതായിട്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ആ നല്ല വാക്കുകൾ കലിമത്തുൻ ത്വയ്യിബ അതെന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ അത് എങ്ങനെ എപ്പോൾ അല്ലെങ്കിൽ ഏത് രൂപത്തിൽ പറയുന്നു എന്നുള്ളതാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. ഇപ്പോൾ പറയാറുണ്ട്, ഒരു കുട്ടി 2-ാം വയസ്സ് അല്ലെങ്കിൽ 2-3 വയസ്സാകുന്ന സമയത്ത് അവന് സംസാരിക്കാൻ പഠിക്കും. പക്ഷേ ആരോടെപ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് അവന് പഠിക്കാൻ അതൊരു ജീവിതകാലം മുഴുവൻ വേണ്ടി വരും എന്നുള്ളതാണ്. ആ രൂപത്തിലാണ്. എത്ര നല്ല വിത്തുകളാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിലും അത് നമ്മൾ വിതക്കുന്ന സ്ഥലത്തുള്ള മണ്ണ്, അവിടെയുള്ള കാലാവസ്ഥ, അത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം അതിൻ്റെ ഫലത്തെ നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ്. ചേർത്ത് വായിക്കേണ്ട സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ഒരു ഹദീസ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് ചോദിക്കുന്നുണ്ട്, വൃക്ഷമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വിശ്വാസികൾ ഉപമിക്കാൻ സാധിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള വൃക്ഷം ഏതാണ്?
അപ്പോൾ സ്വഹാബികൾ ഒരാൾക്കും അതിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഈന്തപ്പനയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ രൂപത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഏതൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അടുത്തുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകില്ല, നമ്മൾ ഉടനെ അകലങ്ങളിലുള്ളതിലേക്കാണ് അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക. ഈന്തപ്പനയോട് റസൂലുള്ളാഹി വിശ്വാസികൾ ഉപമിക്കുന്നുണ്ട്. ഉപമ മനോഹരമാണ്. കാരണം ഈന്തപ്പനയുടെ മരം അത് അങ്ങേയറ്റം ദൃഢമാണ്, അതേപോലെ തന്നെ അതിൻ്റെ ഇലകൾ വെയിലത്ത് വാടുന്നില്ല, അതേപോലെ തന്നെ സദാസമയത്തും മധുരമുള്ള ഫലങ്ങൾ അത് നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഉപയോഗശൂന്യമായിട്ട് അതിൻ്റെ ഒരു ഭാഗവുമില്ല. ആ രൂപത്തിലാണ് വിശ്വാസികളും. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം രാത്രി പിതാവ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ടോ, ഉപ്പ എനിക്കറിയായിരുന്നു ഉത്തരം, പക്ഷേ എന്നേക്കാൾ സീനിയറായിട്ടുള്ള ആളുകൾ അവിടെ ഇരിക്കുന്ന സമയത്ത് അത് പറയാൻ ഞാൻ മടിച്ചു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അദബ് നോക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലും വിശ്വാസികൾ ആ വൃക്ഷത്തോട് ഉപമിക്കുകയാണ്. അതേപോലെ തന്നെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച സൂറത്ത് ഇബ്രാഹിമിലുള്ള ആ ഒരു ആയത്തിൽ വരുന്ന കലിമത്തുൻ ത്വയ്യിബ, നല്ല വാക്കുകൾ എന്നുള്ളത്, അത് ഭൂരിപക്ഷം മുഫസ്സിറുകളും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം ഇത് ഹിയ കലിമത്തുൽ ഇഖ്ലാസ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഒരു കലിമയാണെന്ന് സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ശേഷം പിന്നീട് ആയത്തിൽ പറയുന്ന അസ്ലുഹ സാബിത്ത്, ആ ഉറച്ച മുരടുകൾ, അതായത് ആഴ്ന്നിറങ്ങിയ വേരുകൾ, അത് മുഫസ്സിറുകൾ ഖൽബിൽ മുഅ്മിൻ, അത് വിശ്വാസിയുടെ ഹൃദയമാണെന്ന് പറയുന്നുണ്ട്. അതായത് ആ ഹൃദയത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് അള്ളാഹു അവിടെ ആ ഒരു ആയത്തിൽ ചിത്രീകരിക്കുന്നത്. ആദ്യം ആ വിശ്വാസിയുടെ ആ റൂട്ട്, ആ വേര് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇപ്പം റസൂലുള്ളാഹിൻ്റെ സീറയിൽ ആ മക്കൻ കാലഘട്ടത്തുടനീളം ആ വേര് ഉറപ്പിക്കലായിരുന്നു. അതുകൊണ്ടാണ് മക്കൻ സൂറത്തുകൾ പ്രധാനമായിട്ടും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ അവരെ പഠിപ്പിച്ചത്. അതിനുശേഷം ആ വൃക്ഷം മദീനൻ കാലഘട്ടത്തിൽ അത് പടർന്ന് പന്തലിച്ചതിൽ ആ ഫ്രൂട്ട് ഉണ്ടാവുകയാണ്. ആ വൃക്ഷത്തിൽ നിന്നും അതിൻ്റെ ആ ഫലം ഇന്നും ആ ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഉക്കുലഹ കുല്ലഹീൻ അള്ളാഹു പറയുന്നുണ്ട്, അത് സദാസമയത്തും അതിൻ്റെ ആ ഫലം നൽകിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അതായത് അവിടെ പറയുന്ന ആ വൃക്ഷം എന്നുള്ളത് അത് സീസണലല്ല, അത് സദാസമയത്തും അതിൻ്റെ ആ ഫലം അല്ലെങ്കിൽ ആ തണൽ നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിനൊരു ഓഫ് സീസൺ ഇല്ല, പക്ഷേ അതേസമയം അതിന് ഹൈ സീസൺ ഉണ്ടാകും എന്നുള്ളത്. അതായത് വിശ്വാസികൾ ചില സമയത്ത് അവർ കൂടുതലായിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ, നന്മകൾ ചെയ്യാൻ വേണ്ടി അവർ മുന്നോട്ട് വരും. ഇപ്പോൾ റമദാൻ പോലെയുള്ള കാലഘട്ടം അത് ഹൈ സീസണാണ്. ഒരിക്കലും ഓഫ് സീസൺ ഇല്ലാതെ സദാസമയത്തും ഫലം നൽകിക്കൊണ്ടേയിരിക്കുന്ന ആ വൃക്ഷം. അപ്പോൾ നല്ല വാക്കുകൾ അത് നല്ല ഹൃദയങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഇമ്പാക്റ്റുകൾ അത് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ റസൂലുള്ളാഹി ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരാൾ ഒരു വാക്ക് പറയും, അയാൾ കൂടുതലൊന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ അത്രത്തോളം വലിയ ഫലം ചെയ്യുമെന്നൊന്നും ചിന്തിക്കാതെ അയാൾ പറഞ്ഞതാണ്, ആ ഒരൊറ്റ വാക്ക് കാരണം അയാൾ സ്വർഗാവകാശിയാകും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു മറുവശവും റസൂലുള്ളാഹി അതേ ഹദീസിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകൾ വീണ് കിടക്കുന്ന ആളുകൾക്ക് നമ്മൾ നൽകുന്ന കലിമത്തുൽ ഇസ്ബാത്ത്, നമ്മുടെ വാക്ക് കാരണം അയാൾ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപദേശം കാരണം അയാൾ നന്നാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് മാത്രം മതി നമ്മൾ രക്ഷപ്പെടാൻ എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, അയാൾ അന്ന് പറഞ്ഞ ആ വാക്ക് കാരണം അതാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചതെന്നെല്ലാം ചില ആളുകൾ പറയാറുണ്ട്. അതിൻ്റെ ഒരു മറുവശവും അതേ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരാൾ ഒരു വാക്ക് പറയും, ഒരു മോശം വാക്ക് അല്ലെങ്കിൽ ഒരു മോശം കമൻറ്റ്, ആ ഒരൊറ്റ കാരണത്താൽ ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ വളർച്ച മുരടിച്ചു പോവുകയാണ്, അയാൾ എല്ലാം കൊണ്ടും നശിച്ചു പോവുകയാണ്. ആ ഒരൊറ്റ വാക്ക് കാരണം അയാൾ നരകത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ വാക്കുകൾ എന്നുള്ളത് അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതേ പോയിന്റ്, നമ്മൾ ഹൃദയത്തിലേക്ക് വിതക്കുന്ന വിത്തുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉയർന്ന വാക്കുകൾ, ദിക്റുകൾ, അദ്കാറുകളെ സംബന്ധിച്ച് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതേ സംബന്ധിച്ച് തന്നെ റസൂലുള്ളാഹി ഹദീസിൽ പറയുന്നുണ്ട്, നമ്മൾ ഓരോ ദിക്റ് ചെല്ലുന്ന സമയത്തും സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു വൃക്ഷം നടുവെന്നെല്ലാം റസൂലുള്ളാഹി പറയുന്നുണ്ട്. അതായത് നമ്മുടെ ആ ഒരു തോട്ടം, ആ ഒരു പൂന്തോട്ടം നമ്മൾ തന്നെ ഇവിടെ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ആയത്തിലേക്ക് തന്നെ വരികയാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ആ വൃക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളെ സംബന്ധിച്ച് ആ ഒരു ഉപമയിൽ ആയത്തിൽ അള്ളാഹു സംസാരിക്കുന്നുണ്ട്. അടിവരയിടുക, ആദ്യമായിട്ട് അള്ളാഹു പറഞ്ഞത് ആ വൃക്ഷത്തിൻ്റെ ആ റൂട്ടിനെ സംബന്ധിച്ച്, ആ റൂട്ട് സിസ്റ്റത്തെ സംബന്ധിച്ചാണ്. അസ്ലുഹ സാബിത്ത്, അതിൻ്റെ വേരുകളെ സംബന്ധിച്ചാണ്. കാരണം ആ വേരുകളാണ് ആ വൃക്ഷത്തിൻ്റെ നിലനിൽപ്പ്, ആ വൃക്ഷത്തിൻ്റെ ശക്തി എന്നുള്ളത് അത് വേരുകളാണ്. പുറമേക്ക് നമ്മൾ കാണുന്ന ആ പടർന്നു പന്തലിച്ച ശാഖകൾ അല്ലെങ്കിൽ ആ ഉയരത്തെ ആശ്രയിച്ചിട്ടല്ല ആ വൃക്ഷം നിലനിൽക്കുന്നത്, മറിച്ച് അതിൻ്റെ നിലനിൽപ്പ് ആഴ്ന്നിറങ്ങിയിട്ടുള്ള വേരുകളെ ആശ്രയിച്ചിട്ടാണ്. അതാണ് അതിൻ്റെ ബേസ് എന്നുള്ളത്. അതേസമയം ആ ബേസ് പുറമേക്ക് കാണുന്നതുമല്ല. അപ്പോൾ നമ്മൾ കാണുന്നത് പുറമേക്കുള്ള ആ ഭാഗം മാത്രമാണ്. അവിടെ വേരുകൾ എന്നുള്ളത് അത് ഞാൻ പറഞ്ഞു, അത് ഇഖ്ലാസാണ്, അതായത് നമ്മുടെ ഹൃദയത്തിലുള്ള നെയ്യത്താണ്. അതേസമയം ശാഖകൾ എന്നുള്ളത് അത് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു, ഫർഉഹ അമാലിഹി വ ഇബാദാത്തിഹി, നമ്മുടെ പുറമേക്കുള്ള അമാലുകൾ, കർമ്മങ്ങളാണ്.
ഫർഉഹാഫിസ് സമാ എന്ന് അള്ളാഹു പറയുന്നുണ്ട്, ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന. കാരണം നമ്മുടെ കർമ്മങ്ങൾ അത് ഉയർത്തപ്പെടുമെന്നും അള്ളാഹു പറയുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിറിന്റെ 35-ാമത്തെ വചനത്തിൽ ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു യർഫഉഹു. നമ്മുടെ അമാലുകൾ, നല്ല കർമ്മങ്ങൾ അത് ആകാശത്തേക്ക് ഉയർത്തപ്പെടുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ വൃക്ഷങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, ഒരു വൃക്ഷം മേലേക്ക് വളരുന്നത് പോലെ തന്നെ അതേ രൂപത്തിൽ തന്നെ താഴേക്കും വളരുന്നുണ്ട് എന്നുള്ളത്. മേലേക്കുള്ള ആ വളർച്ച പ്രകാശത്തിന് നേരെ, ഫോട്ടോട്രോഫിസം. അതേപോലെ തന്നെ അടിയിലേക്ക് ആ ഗുരുത്വാകർഷണത്തോട് ചേർന്ന് ആ ഗ്രാവിട്രോപ്പിസം. ഈ രൂപത്തിൽ 2 വളർച്ചയാണ് ഒരു വൃക്ഷത്തിനുള്ളത്. അപ്പം അതിൽ ആദ്യം വളരുന്നത് താഴേക്കാണ്. എത്ര താഴേക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ അത്രയും മുകളിലേക്ക് ഉയരാൻ സാധിക്കും എന്നുള്ളതാണ്. അത് അകത്തുള്ള വിശ്വാസം, ഇഖ്ലാസ് മാത്രമല്ല, നമ്മൾ ഭൗതികമായിട്ട് തന്നെ ചിന്തിക്കുകയാണെങ്കിൽ താഴേക്കുള്ള നമ്മുടെ ത്യാഗങ്ങൾ, കഠിനാധ്വാനം, അതല്ലെങ്കിൽ നമ്മൾ ഉറക്കമൊഴിഞ്ഞ രാത്രികൾ, അതൊന്നും പുറമേയുള്ള ആളുകൾ കാണുന്നില്ല. മറിച്ച് അവർ അതിൻ്റെ ആ ഫ്രൂട്ട്, ശാഖകൾ മാത്രമാണ് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇപ്പോൾ നമ്മളൊരാളെ വിലയിരുത്തുന്നത് പുറമേക്ക് കാണുന്ന ശാഖകൾ, ഫ്രൂട്ട് നോക്കിയാണെങ്കിൽ അള്ളാഹു നോക്കുന്നത് ബേസിലേക്ക്, ആ റൂട്ടിലേക്കാണ്. വലാക്കിൻ അല്ലാഹു യൻദുറു ഇലാ ഖുലൂബിക്കും. ആ എഫേർട്ടുകൾ, നമ്മുടെ ശ്രമങ്ങളാണ് അള്ളാഹു കണക്കിലെടുക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നജ്മിൽ അന്ന സഅയുഹു സൗഫ യുറ, നിങ്ങളുടെ ആ ശ്രമങ്ങൾ, എഫേർട്ട് നാളെ അവിടെ കാണുമെന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ആ ഫലം, ആ ഫ്രൂട്ട്, അത് ദുനിയാവിൽ നമ്മൾ ജീവിതകാലത്ത് കാണണം തന്നെയല്ല, അത് ഒരുപക്ഷെ മരണാന്തര ജീവിതത്തിലാകും നമ്മളത് ആസ്വദിക്കുന്നത്. ഇപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ, അവർ മക്ക വിജയ സമയത്ത് അവരുണ്ടായിരുന്നില്ല. അവരതിനു മുമ്പേ ഈ ലോകത്തോട് വിട പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല പ്രവചനങ്ങളും അത് സംഭവിക്കുന്നത് റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷമാണ്. പ്രസിദ്ധരായിട്ടുള്ള നിരവധി പണ്ഡിതന്മാർ, ഇമാം ബുഖാരി റഹിമഹുല്ലാ, ഇമാം അഹ്മദിനെ പോലെയുള്ള ആളുകൾ, അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് നിരവധി പ്രതികൂല സാഹചര്യങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു. അവരെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് പിന്നീടാണ്. അവരുടെ വഫാത്തിന് ശേഷമാണ് അവർ ഏറ്റവും കൂടുതൽ പ്രസിദ്ധരായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലും മരണാനന്തര ജീവിതത്തിൽ ചില പ്രവാചകന്മാർ വരുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വിരലെണ്ണാവുന്ന അനുയായികൾ മാത്രമാണ് അവരുടെ കൂടെയുള്ളത്. അതല്ലെങ്കിൽ ചില പ്രവാചകന്മാർക്ക് അനുയായികളെ ഇല്ല, ആ രൂപത്തിലാണ് വരുന്നത്. പക്ഷേ അള്ളാഹു നോക്കുന്നത് ആ ശ്രമങ്ങളിലേക്ക് മാത്രമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 900ഓളം വർഷം പ്രബോധനം ചെയ്തു. 100-ൽ താഴെ അനുയായികൾ മാത്രമാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് ലഭിച്ചത്. അതായത് ഓരോ 10 വർഷത്തിലും ഒരാൾ എന്നുള്ള ആ രൂപത്തിലുള്ള കണക്കിലാണ്. പക്ഷേ ആ ശ്രമങ്ങൾ മാത്രമാണ് അള്ളാഹു നോക്കുന്നത്. എന്നെ സഅയുഹു സൗഫ യുറ, അള്ളാഹു ആ റൂട്ടിലേക്കാണ്, മറിച്ച് ഫ്രൂട്ടിലേക്കല്ല നോക്കുന്നത്. ഏതൊരു വൃക്ഷവും അത് പടർന്ന് പന്തലിച്ച് അതിൻ്റെ ആ ഫ്രൂട്ട് ലഭിക്കണമെങ്കിൽ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞു അത് സമയമെടുക്കും. അതേപോലെ തന്നെ അതിന് സദാ പരിചരണം ആവശ്യമാണ്. ആ വൃക്ഷം അത് വെറുതെ വളരില്ല, മറിച്ച് അതിന് ആവശ്യമായിട്ടുള്ള പ്രധാനമായിട്ട് അതിൻ്റെ പ്രകാശം, അതേപോലെ തന്നെ വെള്ളം, ആ മണ്ണ്, അതെല്ലാം നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രം അതിൻ്റെ ആ ഫ്രൂട്ട് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസികളുടെ ഹൃദയത്തെ ആ വൃക്ഷമായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വെളിച്ചവും നമ്മൾ നിരന്തരം അതിന് നൽകേണ്ടതുണ്ട്. അവിടെ പരിശുദ്ധ ഖുർആനായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഖുർആൻ അള്ളാഹു നൂർ, ആ പ്രകാശമെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും അള്ളാഹു ഖുർആൻ ആ വെള്ളത്തോട് ഉപമിക്കുന്നുണ്ട്. ആ ഉപമയെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള ആ വെള്ളവും വെളിച്ചവും കൃത്യമായിട്ട് നൽകിയാലേ ആ വിശ്വാസം വേരുറക്കൂ. വിശ്വാസം വേരുറച്ചാൽ മാത്രമേ അത് പടർന്ന് പന്തലിച്ച് ആ ശാഖകളും അല്ലെങ്കിൽ ആ ഫ്രൂട്ട് നൽകൂ എന്നുള്ളതാണ്. അതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ അതിൻ്റെ ആ വളർച്ച മുരടിക്കും എന്നുള്ളതാണ്. അപ്പോൾ സദാസമയത്തും മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ വൃക്ഷങ്ങൾ സമൃദ്ധമായിട്ട് തിങ്ങി നിറഞ്ഞ് വളരും എന്നുള്ളത്. അതേപോലെ സദാസമയത്തും ഉത്ബോധനങ്ങൾ, ആ ഖുർആൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങളിൽ ആ വിശ്വാസം ശക്തമായിട്ട് വേരുറച്ച് അത് അതിൻ്റെ ഫലങ്ങൾ സദാസമയത്തും നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതേപോലെ ആ പരിചരണത്തിൻ്റെ ഭാഗമായിട്ട് ആ വൃക്ഷത്തെ നശിപ്പിക്കുന്ന കീടങ്ങളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട് എന്നുള്ളത്. ചില കീടങ്ങൾ വന്ന് എത്ര ശക്തമായിട്ടുള്ള വൃക്ഷമാണെങ്കിലും അത് ക്ഷയിച്ച് അല്ലെങ്കിൽ ചില രോഗങ്ങൾ വന്ന് അതിൻ്റെ ആ ഫ്രൂട്ടുകൾ മുഴുവൻ നശിപ്പിക്കുകയാണ്. അപ്പം അത്തരം കാര്യങ്ങൾ, അതായത് ഫീ ഖുലൂബിഹിം മറദ്, നമ്മുടെ ഹൃദയത്തിനേൽക്കുന്ന രോഗങ്ങൾ, ലോകമാന്യം, ആ റിയാഇനെ സംബന്ധിച്ച് അത് മൊത്തം കർമ്മങ്ങൾ നശിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ചില ഇത്തിക്കണ്ണികൾ, ഗീബത്ത്, നമീമത്ത് പോലെയുള്ള കാര്യങ്ങൾ, അത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ ഫ്രൂട്ടുകൾ അത് മറ്റൊരാൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും സദാ നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. അതേപോലെ ആ വൃക്ഷങ്ങളെ ഉപമയാക്കുന്ന സമയത്ത് വൃക്ഷങ്ങൾ എന്നുള്ളത് പരസ്പര ആശ്രിതത്വത്തിൻ്റെ പ്രതീകങ്ങളാണ്, ഐക്യത്തിൻ്റെ പ്രതീകമാണ്. വിശ്വാസികളെ സംബന്ധിച്ചും വലാ തനാസഉ, അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ ഭിന്നിക്കല്ലേ, ഭിന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശക്തി ക്ഷയിക്കും. അതേപോലെ തന്നെ സ്വഫൻ, നിങ്ങൾ അണിചേർന്ന് നിൽക്കുക.
അതേപോലെ തന്നെ അല്ലഫ ബൈന ഖുലൂബിക, അള്ളാഹു ഹൃദയങ്ങളെ കൂട്ടിയിണക്കി. അല്ലെങ്കിൽ യുസിറൂന അല അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസ, സ്വന്തത്തേക്കാൾ മറ്റുള്ള ആളുകളെ പരിഗണിക്കുക. ഇതെല്ലാം വിശ്വാസികളുടെ ക്വാളിറ്റി ആയിട്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകളിലും അതേ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഐക്യത്തിൻ്റെ പ്രതീകം കൂടെയാണ്. ഇപ്പോൾ മലയാളത്തിലെ പ്രസിദ്ധനായിട്ടുള്ളൊരു കവി പറഞ്ഞതുപോലെ, തമ്മിൽ തൊടുമെന്ന് ഭയന്ന് നമ്മൾ അകറ്റി നട്ട മരങ്ങൾ ഭൂമിക്കടിയിൽ വേരുകളാൽ കെട്ടിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വൃക്ഷങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ വേരുകളുടെ ഒരു അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്ക്, വുഡ് വൈഡ് വെബ് എന്നാണ് പറയാറുള്ളത്, അതുവഴി എല്ലാ വൃക്ഷങ്ങളും പരസ്പരം കണക്ട് ചെയ്തിരിക്കുകയാണ്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വൃക്ഷത്തിന് അത് ദുർബലമാണെങ്കിൽ, അതിന് പോഷകക്കുറവുണ്ടെങ്കിൽ, അതുള്ള വൃക്ഷങ്ങൾ അതുവഴി ആ നെറ്റ്വർക്ക് വഴി അതിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അപകടങ്ങളെല്ലാം മുന്നറിയിപ്പ് നൽകുമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടെ സൃഷ്ടിപ്പായിട്ട് ചേർത്ത് ചിന്തിക്കേണ്ട അത്ഭുതപ്പെടുന്നൊരു യാഥാർത്ഥ്യം, ഈ ശൃംഖലകൾ, നെറ്റ്വർക്കുകൾ സൃഷ്ടിപ്പിലുടനീളം ആ ഒരു സുന്നത്ത് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ വൃക്ഷങ്ങൾക്കിടയിലുള്ള അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്ക് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വഫി അംഫുസിക്കും, നമ്മുടെ ബ്രെയിനകത്തുള്ള ന്യൂറോണുകളുടെ നെറ്റ്വർക്ക് സമാനമായിട്ട് വാനലോകത്ത് ഗാലക്സികൾക്കിടയിലുള്ള കോസ്മിക് വെബിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ബ്രെയിനിന് സമാനമായിട്ടുള്ള നെറ്റ്വർക്ക് അവിടെയും കാണാമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഭൂമിയിലുള്ള ആ നദികളുടെ എല്ലാ ശൃംഖലകൾ, ഇപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്ത ശൃംഖലകളിലുള്ള അത്ഭുത സാമ്യങ്ങൾ, ഇപ്പോൾ ഇതിനെല്ലാം ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റ് പോലെയുള്ളതെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്ത ചിത്രങ്ങളിൽ പതിഞ്ഞ ഒരേ ഒരു സൃഷ്ടാവിൻ്റെ കയ്യൊപ്പായിട്ട്, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി തൊട്ടടുത്ത വചനത്തിൽ 26-ാമത്തെ ആയത്തിൽ അള്ളാഹു അതിൻ്റെ ഒരു മറുവശവും പറയുന്നുണ്ട്, ചീത്ത വൃക്ഷങ്ങളെ സംബന്ധിച്ച്. വ മസലി കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസ, ചീത്ത വാക്കുകൾ, ദുഷിച്ച വാക്കുകൾ, അത് ഒരു ദുഷിച്ച മരത്തോട് അള്ളാഹു ഉപമിക്കുന്നുണ്ട്. ഇപ്പോൾ ചില വാക്കുകൾ, ആ വാക്കുകൾക്ക് ഹൃദയങ്ങളെ തകർക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ നാവ് കൊണ്ട് രക്തം വരാതെ തന്നെ ഒരാളെ കുത്തിക്കൊല്ലാൻ സാധിക്കും എന്നുള്ളതാണ്. വാക്കുകൾ മാത്രമല്ല, കമൻറ്റുകൾ, അതെല്ലാം. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഭൂമിയിൽ നല്ല വൃക്ഷങ്ങളുള്ളതുപോലെ തന്നെ വളരെ അപകടകാരികളായിട്ടുള്ള ദോഷം വൃക്ഷങ്ങൾ, വളരെ മനുഷ്യനെ വധിക്കാനെല്ലാം സാധിക്കുന്ന അത്തരത്തിലുള്ള വൃക്ഷങ്ങളും ഭൂമിയിലുണ്ട്. ഉദാഹരണത്തിന് മാഞ്ചീനിൽ വൃക്ഷങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്, ഭൂമിയിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വൃക്ഷം എന്നുള്ള ഗിന്നസ് റെക്കോർഡെല്ലാം ലഭിച്ചിട്ടുള്ള, അത് മരണവൃക്ഷം എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. അതിൻ്റെ ആ കായ, അത് ആപ്പിൾ ഓഫ് ഡെത്ത് എന്നാണ് അതിന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ അബദ്ധത്തിൽ അത് കഴിക്കുകയാണെങ്കിൽ അയാളുടെ വായ പൊള്ളും. അത് മാത്രമല്ല, അകത്തുള്ള അവയവങ്ങളെല്ലാം അടിച്ചു പോകും എന്നുള്ളതാണ്. അതിൻ്റെ ആ സാപ്പ്, ആ കറ, അത് ശരീരത്തിലായാലും ശരീരം പൊള്ളും, കണ്ണിലായാലും കണ്ണിൻ്റെ കാഴ്ച പോകും. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു മഴ പെയ്യുന്ന സമയത്ത് അതിനടിയിൽ ഒരാൾ അബദ്ധത്തിൽ പോയി നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നും വെള്ളം എറ്റുന്ന സമയത്ത് അത് ശരീരത്തിലായാലും ശരീരം പൊള്ളും എന്നുള്ള അത്രയേറെ അപകടം പിടിച്ച വൃക്ഷമാണ്. അപ്പം അത് ചീത്ത വാക്കുകളോട് ഉപമിക്കുന്ന സമയത്ത് ചില ആളുകളുടെ വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ രചനകൾ, ചിന്തകൾ, അത് സമൂഹത്തിൽ വിഷം കലർത്തുന്ന രൂപത്തിൽ, വിദ്വേഷത്തിൻ്റെ, അതല്ലെങ്കിൽ മൂല്യങ്ങൾ, ഐക്യത്തെ തകർക്കുന്ന രൂപത്തിലുള്ള അത്തരം വിഷം തുപ്പുന്ന ആളുകൾ, അതും ഒരു വൃക്ഷം പോലെ വളരും. തലമുറകളിലേക്ക് അതിൻ്റെ ഫലം അത് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളെ ഒരു മുൾച്ചെടിയോട് റസൂലുള്ള ഉപമിക്കുന്നുണ്ട്. ആ മുൾച്ചെടി പോലെയാണെന്നെല്ലാം റസൂലുള്ള പറയുന്നുണ്ട്. ആ വൃക്ഷത്തിൻ്റെ വേരുകൾ സമൂഹത്തിൽ എത്ര ആഴ്ന്നിറങ്ങിയാലും, അതിൻ്റെ ശാഖകൾ എത്ര പടർന്ന് പന്തലിച്ചാലും, ആദ്യമായിട്ട് വിത്തിട്ട ആളുകൾ അവർ അതിനെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള, അതെല്ലാം അതിൻ്റെ ആ ഫ്രൂട്ടെല്ലാം അയാളുടെ അക്കൗണ്ടിലേക്കായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി തന്നെ കടന്നു വരുന്നൊരു ഹദീസിൽ, ആദ്യമായിട്ടൊരാൾ അന്യായമായിട്ട് വധിച്ചത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ ഖാബീലാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഏതൊരാൾ അന്യായമായിട്ട് വധിക്കപ്പെടുന്ന സമയത്തും അതിൻ്റെ ഒരു ഓഹരി അവന് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നെല്ലാം റസൂലുള്ളാഹി ഹദീസിൽ പറയുന്നുണ്ട്. അത്തരം ചീത്ത വാക്കുകൾ, ആ വാക്കുകൾ ഒരാളെ നരകത്തിലേക്ക് എത്തിക്കും. അവിടെ എത്തിയാലും നരകത്തിലുള്ള ഷജറത്തിൽ മൽഊന, അതല്ലെങ്കിൽ ഷജറത്തിൽ സഖൂമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർ അതേ വിഷച്ചെടിയിൽ നിന്നും അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കും എന്നുള്ള, അവരുടെ പര്യവസാനവും ആ രൂപത്തിലായിരിക്കുമെന്നെല്ലാം പരിശുദ്ധ ഖുർആനും പഠിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വാക്കുകൾ, നല്ല ഫലം കൊയ്യുന്ന നല്ല വാക്കുകൾ, നല്ല വിത്തുകൾ സമൂഹത്തിൽ വിതക്കാനും അതിൽ നിന്നും മരണശേഷവും അതിൻ്റെ ആ ഫലങ്ങൾ കൊയ്യാനും ആ രൂപത്തിൽ നല്ല രൂപത്തിൽ ജീവിച്ച് മരണപ്പെടാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.